ഉപതെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം തെളിഞ്ഞു. 10 പേരാണ് മത്സരരംഗത്തുള്ളത്. 14 പേരായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക സമർപ്പിച്ചത്. ഇതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന്റെ അപരൻ ഉൾപ്പെടെ 4 പേർ പത്രിക പിൻവലിച്ചു. നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിന് കത്രിക ചിഹ്നം അനുവദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓട്ടോറിക്ഷ, കത്രിക, കപ്പാൻ സോസർ ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടായിരുന്നു അൻവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത്. ഇതിൽ രണ്ടാമത്തെ ചിഹ്നമായ കത്രിക അനുവദിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ നിലമ്പൂരിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരുന്നു PV അൻവർ മത്സരിച്ചത്. സർക്കാരിന്റെ ബലിപ്പെരുന്നാൾ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി. പെരുന്നാൾ ശനിയാഴ്ചയായ പശ്ചാത്തലത്തിലാണ് മാറ്റം. നേരത്തെ വെള്ളിയാഴ്ചയായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത്. 2 ദിവസം അവധി വേണമെന്ന് ചില മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സർക്കാർ പരിഗണിച്ചില്ല. ജാമ്യ വ്യവസ്ഥകളിൽ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് റാപ്പർ വേടൻ. വിദേശത്ത് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികളുണ്ടെന്നും പാസ്പോർട്ട് ലഭ്യമാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടുവെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. RSS വേട്ടയാടൽ തുടരുകയാണ്, അത് കാര്യമാക്കുന്നില്ലെന്നും വേടൻ പറഞ്ഞു. ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആവശ്യപ്പെട്ട വിവാദത്തിൽ വിശദീകരണവുമായി രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണെന്നും പരിപാടി ഇവിടെ നടത്തണമെന്ന് സർക്കാർ ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടതെന്നും രാജ്ഭവൻ വിശദീകരിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കാക്കനാട് ജില്ലാ ജയിലിൽ റീൽ ചിത്രീകരിച്ച സംഭവത്തിൽ ഇൻഫോ പാർക്ക് പോലീസിന് പരാതി നൽകി ജയിൽ സൂപ്രണ്ട്. അനുമതിയില്ലാതെയാണ് റീൽ ചിത്രീകരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി. വിരമിച്ച ഉദ്യോഗസ്ഥന്റെ വിരുന്നിന് വന്ന ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് റീൽസ് ചിത്രീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. പുനർജനി പദ്ധതി ഉൾപ്പെടെയുള്ള കേസുകളെ VD സതീശന് ഭയമാണെന്നും PV അൻവർ പറഞ്ഞു. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ വിജ്ഞാപനമിറക്കി. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് നിരോധനം. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മഞ്ഞുമേൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിറിന് നോട്ടീസ്. 14 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. മരട് പോലീസാണ് നോട്ടീസ് നൽകിയത്. സൗബിൻ ഷാഹിറിന് പുറമെ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിറിനും ഷോൺ ആന്റണിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പടിയൂരിലെ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. ഒളിവിൽ പോയ പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയാണ് പ്രേംകുമാർ എന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മോക്ക് ഡ്രില്ലുകൾ നടത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ ആശുപത്രികളിലെ സജ്ജീകരണങ്ങൾ സജ്ജമാണോ എന്ന് വിലയിരുത്തുന്ന മോക്ക് ഡ്രിൽ നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ശക്തമായി പ്രതികരിക്കാൻ റഷ്യ ഒരുങ്ങുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു ട്രംപിന്റെ വെളിപ്പെടുത്തൽ. 1.5 മണിക്കൂറാണ് ഇരു നേതാക്കളും സംസാരിച്ചത്.